വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പറഞ്ഞു ഞാൻ എൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു ഗൈസ്. അതായത് എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ ലൈവിലാണെങ്കിൽ ലോങ് വീഡിയോസിലൊക്കെ ആണെങ്കിലും പറയുന്നത് ചേച്ചി സ്പീഡ് കുറച്ച് സംസാരിക്കണം. ചിലർ പറയുന്നുണ്ട് സ്പീഡ് നല്ലതാണ്, പക്ഷേ സ്പീഡിന് സംസാരിക്കുമ്പോഴത്തേക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച് ഞാൻ പെയ്യെ സംസാരിക്കാൻ തീരുമാനിച്ചു. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ മാല തിരഞ്ഞെടുക്കുന്ന സംഭവം ശ്രദ്ധിച്ചത്. ഈ മാല എനിക്കൊരാൾ ഗിഫ്റ്റ് എന്നതാണ് ഗൈസ്. അപ്പോൾ ആർക്കെങ്കിലും ഗസ് ചെയ്യാം ആരാ തന്നീന്നൊക്കെ. എന്നാ വേണ്ട, ഞാൻ ലാസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞേക്കത് ആരാ മേടിച്ചെന്നെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ഗസ് ചെയ്ത് പറയാനാണല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ എങ്ങോട്ടേക്ക് പോവാണെന്ന് മനസ്സിലായില്ലേ. ഞാൻ ശ്രുതി ഒരുപോലത്തേക്ക് ഡ്രസ്സ് ഇട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് സ്റ്റുഡിയോ കേട്ടോ. സ്റ്റുഡിയോ യൂണിഫോമാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. മുമ്പ് ഞാൻ ശ്രുതി കൂടി സ്റ്റുഡിയോയിൽ അതായത് ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയപ്പോഴത്തേക്ക് എടുത്തേട്ടോ. അന്ന് നല്ല അടിപൊളി, അതായത് കുറേ എനിക്കിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തേണ്ടത്. ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെടുത്തു. ശ്രീകുട്ടി ഏകദേശം അതുപോലത്തെ ഡ്രസ്സാണ്, പക്ഷേ അവൾ ഇതിന് മുന്നേ എടുത്തതാണ്. പക്ഷേ ഇത് ഏകദേശം അതുപോലെ അല്ല, പക്ഷേ ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ പാറു വേറൊരു മോഡലാണെങ്കിൽ ഞങ്ങൾ നാലുപേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരുപോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലും ഒരു ഐഡിയ ഇല്ലെന്നാണ് സത്യം. രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, രാവിലെ തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, അതായത് ശ്രുതിയൊക്കെ പോകണേനു. അതുപോലെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, ആശിക്കുട്ടിനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോഴേ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അവൾ പോണേന് മുന്നേ അതായത് എറണാകുളത്തേക്ക് തിരിച്ച് പോകണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാനായിരുന്നു. പക്ഷേ കൊല്ലത്തെങ്ങും അങ്ങനെ അധികം അടിപൊളി സ്ഥലങ്ങളുള്ളതായിട്ടൊന്നും അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച കാര്യം തെറ്റിയില്ല. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് ഓണം പോലെ എന്ന് വിചാരിക്കുന്ന അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഉള്ള സമയം കൊണ്ട് ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ഒരു ഡേ വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വന്നിരിക്കുന്നത് ലൈറ്റ് ഹൗസിലാണ്. അപ്പോൾ അതേ ഗൈസ്, ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. കൊല്ലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായെങ്കിൽ ഞാൻ ഇതേവരെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. താന്നി ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് താന്നി നമ്മുടെ മൈനായിട്ടുള്ള ബീച്ചാട്ടോ. അപ്പോൾ അവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ഇതേവരെ എൻ്റെ അടുത്ത് പോയിട്ടില്ല. ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കൊല്ലം ഫുള്ള് കാണാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേവരെ പോയിട്ടുമില്ല, അങ്ങനെ പോകാനായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഇന്നെനിക്ക് നിന്നാന്ന് തോന്നുന്നു ഇത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ലൈറ്റ് ഹൗസിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കാട്ടോ ലൈറ്റ് ഹൗസ് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായത്. കാരണം പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും വലിയ സംഭവമാണ്, ഇത്രയും അടുത്ത് കിടന്നിട്ടുള്ള നമുക്കിതിനൊരു വിലയില്ല. നമുക്കല്ല, എനിക്കിതിനൊരു വിലയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായി ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ലൈറ്റ് ഹൗസിനൊന്നും. ഇവിടെ എന്തിനാണ് ടിക്കറ്റ് എടുത്തത്? അത്രയും നേരം വരെ ലൈറ്റ് ഹൗസ് കാണുമെന്ന് പറഞ്ഞു ഒരാൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പറയാട്ടോ, എനിക്ക് ഇതിനകത്ത് ചുറ്റി ചുറ്റി സ്റ്റെപ്പാണെന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തല ഇറങ്ങുന്നത് ഞാൻ വരുന്നില്ല, ഞാനൊരു ഊഞ്ഞാലടിക്കോളാന്ന്. വേറെ ആരും ഇല്ല കേട്ടോ, ശ്രുതിയാട്ടോ. അവസാനം അവൾക്ക് ഞങ്ങളുടെ വൈകുന്ന നല്ലതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ കയറി കളയാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടിട്ട് കയറാൻ പോട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ പേര് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, ഫോറിനേഴ്സ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെത്തി. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്ന സമയത്തുണ്ടല്ലോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പകുതി സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് ആലോചിച്ച് ലിഫ്റ്റിൽ വന്നാൽ മതിയായിരുന്നു, കാരണം അത്രയും ചുറ്റുണ്ട്. അങ്ങനെ മുകളിൽ വന്നിട്ട് കാരണം ഫോണൊന്നും നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് തറയിൽ വീണ് പോയേനെ. ഇത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടുന്ന് താഴെ തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ ചുറ്റി ആട്ടോ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റെപ്പിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, സ്റ്റെപ്പിൽ കയറാൻ ബുദ്ധിമുട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ മുകളിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പരുവാവും. പിന്നെ ലിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ലിഫ്റ്റിൽ പോകണമെന്നുള്ളവർക്ക് അങ്ങനെയും പോകാം കേട്ടോ. അതിൻ്റെ മുകളിൽ വന്ന് ശരിക്കും പറയില്ല, മുകളിൽ വന്ന് വരുമ്പോഴത്തേക്ക് ഈ ഫോണിൽ കാണുന്നവർക്കൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും അങ്ങോട്ട് ആസ്വദിച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നത്. സത്യമായിട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൊല്ലം ബീച്ചും അതിനോട് ചേർന്ന് കുറേ ബിൽഡിങ്ങൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പുറകിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സ്പീഡിന് അങ്ങോട്ടേക്ക് കയറി പോകണം. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഇതേവരെ നമ്മുടെ കൊല്ലത്തുണ്ടായിരുന്നിട്ടും ലൈറ്റ് ഹൗസ് കാണാൻ വരാത്തവർ ഒരു വട്ടത്തിലൊന്ന് പോയി. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് ലിഫ്റ്റിലായിരുന്നു, കാരണം ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ലായിരുന്നു, കാരണം അത്രയും കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നാമത് എൻ്റെ മുടിയെല്ലാം കൂടി പറന്നിട്ടായിരിക്കുന്നത്. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു വരുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ബീച്ചിലും കൂടി നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടെ അടുത്തത്. അങ്ങനെ നേരെ ഉണ്ണിക്കുട്ടനും ആശിക്കുട്ടനും കൂടി പോയിട്ട് രണ്ടുപേരും കൂടി പോയിട്ട് വെള്ളവും ഐസ്ക്രീമൊക്കെ മേടിക്കാൻ പോയി. അങ്ങനെ അവരവിടുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത്. ഞാൻ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് ചൂണ്ടൊക്കെ ഇടുന്നുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സൺസെറ്റ് ആവാനും കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം, കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഐസ്ക്രീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ, ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ നാലുപേരും ഏകദേശം ഒരുപോലത്തെ ഒരു ഷെയ്ഡ് വരുന്ന ഡ്രസ്സാട്ടോ. ഷെയ്ഡ് മീൻസ് ആ ഒരു പ്രിൻ്റൊക്കെ വരുന്ന ഡ്രസ്സാണ്. പക്ഷേ എൻ്റെ ശ്രുതിയുടെ മാത്രമേ ഉള്ളൂ സെയിം ആയിട്ട്, ബാക്കി രണ്ടുപേരുടെ ഡിഫറൻസ് ആണ്.
അങ്ങനെ ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഐസ്ക്രീം അവർ അതിന് ഇടയ്ക്കിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് സിപ്പപ്പും വെള്ളമൊക്കെ ആയിട്ട് അവർ ഫൈനൽ ഇല്ലാണ്ട് സൺസെറ്റ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ ആ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ടൈം ലാപ്സ് ഇട്ട് അവിടെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഫോൺ വെക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ച് നടന്നതുമില്ല. കാരണം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിലാട്ടോ സൂര്യൻ അങ്ങോട്ട് താന്നു ഇതാണ്ട്. അവിടെ ഇപ്പോൾ സൂര്യനേ ഇല്ല. ഞങ്ങൾ നേരത്തെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവിടെ സൂര്യൻ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ ആളവിടില്ല. അത്ര സ്പീഡിനായിരുന്നു സൂര്യൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അയ്യോ ഒരു കാര്യം വിട്ടു, ഞാൻ മാല ആരെ ഗിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. വേറെ ആരും ഇല്ലോട്ടോ, നമ്മുടെ ആശിക്കുട്ടിൻ്റെ ബ്രദർ, അതായത് കുക്കു ടൂറിന് പോയിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് എനിക്ക് കൊണ്ടുവന്നതാട്ടോ ആ ഒരു മാല. അപ്പോഴതാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ അതിനൊക്കെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണുന്നതായിരിക്കും. ബൈ.